متعلما أو مستمعا أو محبا ولا تكن خامسا. صدق رسول الله. وتعلما علما يصحح طاعة وزكي القلب اصطلا. هذه الثلاثة فرض عين فاعرفا فاعمل بها تحصل نجاة واعتلاء. വളരെ അർത്ഥവത്തായ ഉപദേശങ്ങളാണ് മഹാനായ അംസുസ്താദ് നമുക്ക് നൽകിയത്. ഇത് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇനി കൂടുതൽ ഒരു നസീഹത്തിന്റെ ആവശ്യകത ഇല്ല. എങ്കിലും ഇൽമിന്റെ മഹത്വവും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന, നാം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ബഹുമാനവും അത് പറഞ്ഞാൽ തീരുന്ന സംഗതിയല്ല. ലോകത്ത് മനുഷ്യരോടുള്ള നിർദ്ദേശം ഇൽമേറ്റ് ബന്ധപ്പെടാനാണ്. ഇൽമേറ്റ് ബന്ധമില്ലാത്തൊരു വ്യക്തി നീ ആവരുത് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിന് ഇൽമേറ്റ് ബന്ധപ്പെടാൻ 4 ഓപ്ഷനാണ് റസൂലുള്ളാഹി വെച്ചത്. ഒന്നുകിൽ നീ ആലിമാവണം, അല്ലെങ്കിൽ നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമി ആവണം, അഥവാ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന ഇവിടെ മജ്ലിസിലുള്ള മുത്തഅല്ലിമീങ്ങളെ പോലെ. ഔ മുസ്തമിയൻ, അല്ലെങ്കിൽ കേട്ടുപഠിക്കുന്ന വ്യക്തിയായി മാറണം. നീ കേട്ടുപഠിക്കണം, അതിനുള്ള താല്പര്യം വേണം, എന്നിട്ട് അതിനുള്ള അവസരങ്ങൾ ഒരുക്കണം കേട്ടുപഠിക്കാൻ. മുത്തഅല്ലിമും മുസ്തമിയും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ രണ്ടും രണ്ടാക്കി പറഞ്ഞത്. ചിലർ വിചാരിക്കും മുത്തഅല്ലിമാകാൻ പറഞ്ഞു കൊടുത്ത് പിന്നെ കേട്ടുപഠിക്കാൻ പറഞ്ഞ് രണ്ടും ഒന്നല്ലേ. രണ്ടും ഒന്നല്ല. കാരണം മുത്തഅല്ലിമിന് മുത്തഅല്ലിമിൻ്റെതായ ആദാബുകൾ ഒക്കുമ്പോഴാണ് മുത്തഅല്ലിമായി മാറുന്നത്. വെറും ഇസ്തിമാഅ് കൊണ്ട്, വെറും ശ്രദ്ധിച്ചിങ്ങനെ കേട്ടിരിക്കുക എന്ന വിഷയം കൊണ്ട് മാത്രം മുത്തഅല്ലിമായി മാറുന്നില്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. 4-മതായി പറഞ്ഞു മുഹിബ്ബൻ. ഒന്നുകിൽ ആലിമാകണം, അല്ലെങ്കിൽ മുത്തഅല്ലിമാകണം, അല്ലെങ്കിൽ മുസ്തമിയാകണം. ശ്രദ്ധിച്ച് കേൾക്കുന്ന അപ്പോൾ ഒരുപാട് ആൾക്കാർ കേട്ട് പഠിക്കുന്നുണ്ട്. അവരൊന്നും ഇപ്പം മുഴുവനായി മുത്തഅല്ലിമീങ്ങളല്ലല്ലോ. കേൾക്കാനും പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒരുപാട് ആളുകൾ ഈ ഉറൂസിലെത്തിയിട്ടുണ്ട്. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ നീ ഇൽമിനോട് മഹബത്ത് വെക്കുന്ന വ്യക്തിയാവണം. അതുണ്ടാകും. ഇത് കേൾക്കാനൊന്നും അവസരമില്ലെങ്കിലും പൈസ കൊടുത്തയച്ചിട്ടും ഭക്ഷണം കൊടുത്തിട്ടും അതിനാവശ്യമായ സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഈ ഇൽമിനും ഇൽമിന്റെ അഹ്ലുകാരും മഹബത്ത് വെക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഭൂമിയിലുണ്ടാകും. വലാ തകുൻ ഖാമിസ, ഇവിടെ ഒരു മനുഷ്യനും 5-മത്തെ പാർട്ടിയിൽ പെടാൻ പാടില്ല. ഈ 4-ൽ 1 വകുപ്പിന് മാത്രമേ ഇവിടെ റസൂലുള്ളാഹിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിലനിൽപ്പുള്ളൂ, സ്ഥാനമുള്ളൂ. ഞാനിത് പറയുന്നത് മുത്തഅല്ലിമീങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ഉസ്താദിന്റെ ഉറൂസ് മുബാറക്കിൽ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രസംഗം, ഈ ക്ലാസ് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തൊരു മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമാകണമെങ്കിൽ, അള്ളാഹുവും റസൂലും തൃപ്തിപ്പെട്ട ഒരു വ്യക്തി ആകണമെങ്കിൽ ഇത് 4-ൽ 1 വകുപ്പിൽ ഉൾപ്പെട്ടോളണം. എല്ലാവർക്കും ആലിമാകാൻ കഴിയൂല. അതുകൊണ്ടാണല്ലോ അങ്ങനെ വേർതിരിച്ചു പറഞ്ഞത്. എല്ലാവർക്കും മുത്തഅല്ലിമാകാൻ സാധിച്ചോളണമെന്നില്ല, എല്ലാവർക്കും കേട്ടുപഠിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ 4-മത് പറഞ്ഞത് എല്ലാവർക്കും ആകാം. ഔ മുഹിബ്ബൻ, ഇതിനോട് വലിയ താല്പര്യമുള്ള, ഇഷ്ടമുള്ള ആളുകളാവണം. അതാ ഓസിയ എന്ന് പറയപ്പെടുന്ന മഹത്തായ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ഏറ്റവും വലിയ ഒരുപാട് മേഖലകൾ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സ്ഥാപനമാണ് ഓസിയ. ഇതിനെ മഹബത്ത് വെക്കുന്ന ഒട്ടനവധി മുഹിബ്ബീങ്ങള് നാടിന്റെ നാനാദിക്കുകളിലുമുണ്ട്. അവരുടെ മഹബത്ത് കൊണ്ടാണ് ഈ സ്ഥാപനം, ഈ ഉറൂസ്, ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. വലാ തകുൻ ഖാമിസ, പക്ഷെ 5-മത്തെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടാകും, അത് ഉറപ്പാ. അതുകൊണ്ട് ആ പാർട്ടിയിൽ നീ പെട്ടുപോകല്ലേ എന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങള് വളരെ താക്കീതോടുകൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു.
അതിനാൽ ഇൽമ് എന്ന വിഷയത്തിന് വളരെ ബഹുമാനമുണ്ട്. അതാണ് നമ്മുടെ വിജയത്തിന്റെ പാത. അത് ഒന്നുകിൽ നമുക്ക് ആലിമാകാം, അല്ലെങ്കിൽ മുത്തഅല്ലിമാകാം, അല്ലെങ്കിൽ കേട്ടുപഠിക്കാം, അല്ലെങ്കിൽ അതിനെ മഹബത്ത് വെക്കാം, പ്രിയം വെച്ചവരായി മാറാകാം. അഞ്ചാമത്തെ ഒരു വിഭാഗം ഇവിടെ ഇങ്ങനെ തലകുത്തി മറിയുന്നവരുണ്ടാകും. അത് എന്നുമുണ്ട്, റസൂലുള്ളാന്റെ കാലത്ത് തന്നെയുണ്ട്. അതിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഇത് ഒരു വെറും വാക്ക് മാത്രമല്ല. റസൂലുള്ളാന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വന്നാലും ഈ ശൈലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഹബീബായ റസൂലുള്ളാഹ്ക്ക് 40 വയസ്സ് തികയുമ്പോ ഇൽമിന്റെ അടിസ്ഥാന ഇൽമായ അല്ലാഹുവിന്റെ കലാമ് ജബലുൻ നൂറിന്റെ മുകളിൽ വെച്ച് അവതരിച്ചു. സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നേരത്തെ ഇവിടെ ഹംസ ഉസ്താദ് പറഞ്ഞു, ഒരു ഗുരുനാഥനിൽ നിന്ന് കേട്ടുപഠിക്കണം. ഒരു ഗുരുനാഥനിൽ നിന്ന് അതിന്റെ ഖിറാഅത്തും അതിന്റെ തിലാവത്തും അതിന്റെ തസ്കിയത്തും അതിന്റെ തഅല്ലുമും തഅലീമും ഒക്കെ ഒരു ഗുരുനാഥനിൽ നിന്ന് കേട്ടുപഠിക്കണം. അതുകൊണ്ട് തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. തങ്ങൾ പറഞ്ഞു, അത് ഏറ്റെടുക്കാനുള്ള ഒരു യഥാർത്ഥ മുത്തഅല്ലിമായത് ഉൾക്കൊള്ളാനുള്ള, നേരത്തെ ഇവിടെ ബഷീർ ഫൈസി ഉസ്താദ് കഴിഞ്ഞ സെഷനിൽ ഇത് സമ്പൂർണമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാനുള്ള ആത്മീയത എനിക്ക് വന്നിട്ടില്ല. അതാണല്ലോ മാ അന ബിഖാരിൻ. അല്ലാതെ 40 വയസ്സുള്ള റസൂലുള്ളാഹിക്ക് അറബിയായ തങ്ങൾക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്നുള്ള അറബി പദം ഓതാൻ കഴിയൂല എന്നല്ലല്ലോ ആ പറഞ്ഞത്. 40 വയസ്സുള്ള അറബിയായ റസൂലുള്ളാഹിക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഓതി കൊടുത്താൽ അത് കേട്ട് പറയാൻ കഴിയൂല, നമുക്ക് അംഗീകരിക്കാൻ കഴിയോ? പിന്നെന്താണ് തങ്ങൾ മാ അന ബിഖാരിൻ എന്ന് പറഞ്ഞത്? അതാ അവതരണ ശൈലിയുടെ ആശയം ഉൾക്കൊള്ളത്തിന്റെ ബഹുമാനമാണ് പറഞ്ഞത്. അതതിന്റെ അദബും ചിട്ട അനുസരിച്ച് ഉൾക്കൊള്ളാനുള്ള അർഹതയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഗുരു ശിഷ്യ ബന്ധം അവിടെ കൃത്യമായി നടക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി തങ്ങളെ പിടിക്കുകയും ഇതെല്ലാം ചരിത്രങ്ങളിൽ ശരിക്ക് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ സത്യങ്ങൾ സത്യമായി നിലകൊള്ളുന്ന യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ രൂപങ്ങൾ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ശരിക്കും ചെയ്തു. അത് അവിടെ വെച്ച് അന്ന് പിടിച്ച് കുലുക്കി, അല്ല പിടിച്ച് റസൂലുള്ളാന്റെ കരള് കീറി വൃത്തിയാക്കി. ഇത് അറിയണമെങ്കിലും ഇത് ഓതണമെങ്കിലും ഇത് പഠിക്കണമെങ്കിലും ഒരു കീറലും ഒരു ബന്ധങ്ങളൊക്കെ നമുക്കുണ്ടാവണം. ഇത് വെറുതെ കിട്ടുന്ന സംഗതിയല്ല. അതിന് കാലതാമസം വേണ്ടി വരും. അതിന് ഗുരുശിഷ്യ ബന്ധങ്ങൾ വേണ്ടിവരും. അതിന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആദാബുകളും ചിട്ടകളും ആവശ്യമായി വരും. വെറും കിതാബുകളുടെ ഉള്ളുകൾ മാത്രം വായിച്ച് മനസ്സിലാക്കുന്ന വിഷയമല്ല ഇൽമ്. തങ്ങൾക്കത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു. അത് ഓതാനുള്ള അർഹത തങ്ങൾക്ക് ലഭിച്ചപ്പോൾ തങ്ങൾ അത് ഏറ്റു ഓതുകയും ചെയ്തു. അങ്ങനെ കിട്ടിയ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സമൂഹത്തിന്റെ മധ്യത്തിൽ ഓതിക്കൊടുത്ത് അവരെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചപ്പോ, അള്ളാഹുവിന്റെ ദഅവത്തിലേക്ക്, അള്ളാഹുവിന്റെ കലാമിലേക്ക് ക്ഷണിച്ചപ്പോ, അന്ന് തന്റെ നാട്ടിൽ നിന്ന് പ്രതിസന്ധികളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് നേരിടേണ്ടി വന്നത്. അവിടെ നിന്ന് ഹബീബ് റസൂലുള്ളാഹി വിവരമില്ലാത്ത ആളുകളെ വിവരം പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഇൽമില്ലാത്ത ജനതയെ ആ വിഷയം ബോധ്യപ്പെടുത്തുന്നതിന്റെ മുമ്പ് ശിക്ഷിക്കുക എന്നത് ഭൂഷണമല്ലെന്ന് മനസ്സിലാക്കിയ തങ്ങള് ആദ്യം തന്നെ അവരെ ഉപരോധിക്കാനോ അവരെ എതിർക്കാനോ അവരോട് ജിഹാദ് പ്രഖ്യാപിക്കാനോ അല്ല സമയം കണ്ടെത്തിയത്. അല്ലെങ്കിൽ അതല്ല റസൂലുള്ളാഹിക്ക് വഹിയായി അള്ളാഹു അറിയിച്ചു കൊടുത്തത്. മറിച്ച് ഇവർക്ക് ബോധോദയം വന്നിട്ടില്ല, ഇവർക്ക് വിഷയത്തിന്റെ വസ്തുത ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമയതാമസം വരും, കാലതാമസം പിടിക്കും, നിങ്ങൾ നാട് വിടണമെന്നുള്ള നിർദ്ദേശമാണ് വന്നത്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സംഭവം കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ അവിടൊക്കെ നല്ല പറയാണ്ട് പോകുമ്പോ സൗറുമലന്റെ ഗുഹയിൽ മാറിയിരുന്നതും
തങ്ങൾ അവിടെ ഒളിഞ്ഞിരുന്നു. എന്തിനു വേണ്ടിയായി പോകുന്നത്? അള്ളാഹുവിന്റെ കലാമാകുന്ന ഉലൂമ് അത് സമുദായ മധ്യത്തിൽ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ പഠിപ്പിക്കാനുള്ള സമയം വരാതെ, സമയം ലഭിക്കാതെ ഈ ജനങ്ങളോടുള്ള പ്രതിരോധമോ അല്ലെങ്കിൽ അവരോടുള്ള ജിഹാദോ നമുക്ക് പാടില്ല. മറിച്ചതിന് നമുക്ക് അവസരം കിട്ടണം. അതിന് കാലതാമസം കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. വെറുതെയല്ല, റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒളിഞ്ഞിരിക്കുകയാണ്. സാഹചര്യം ശത്രുക്കൾ തെരഞ്ഞെടുക്കുന്ന കൊല്ലാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സാഹചര്യം. അപ്പോഴാണല്ലോ രണ്ട് മാടപ്രാവ് സീക്രട്ട് സംസാരിച്ചത്. എന്താ പറഞ്ഞത്? റഹ്മത്തുൽ ആലമീൻ നമ്മുടെ വീട്ടിലാണ് അഭയം തേടി വന്നത്. നമ്മളെ വീട്ടിൽ രണ്ട് മാടപ്രാവ് സംസാരിച്ചു. റഹ്മത്തുൽ ആലമീൻ നമ്മുടെ വീട്ടിലാണ് അഭയം തേടി വന്നത്. അതുകൊണ്ട് തങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. സ്വകാര്യം പറഞ്ഞു എന്നാ. ശത്രുക്കൾ വന്നു നോക്കിയപ്പോൾ ആ പ്രാക്കൾ അവിടെ കിടന്ന് പാറിക്കളിച്ചു. അത് കണ്ട ശത്രുക്കൾ മനസ്സിലാക്കി ഇതിന്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ പ്രാവ് പാറിക്കളിക്കൂല. അവർക്ക് തെരഞ്ഞു നോക്കാൻ തോന്നിയില്ല. വല കെട്ടുന്ന എട്ടുകാലി മനസ്സിലാക്കി റഹ്മത്തുൽ ആലമീൻ എന്റെ വീട്ടിലാണ് വന്നത്, തങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ പൊട്ടിക്കീറിയ വല നേരം പുലർന്നപ്പോഴേക്ക് പൂർണ്ണമായ യത്നം കൊണ്ട് സമ്പൂർണമായ വല എട്ടുകാലി അവിടെ ഉണ്ടാക്കി തീർക്കുകയാണ്. വന്നിട്ട് പുറത്ത് കണ്ടെന്ന് പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയാൽ വല അപ്പുറത്തുള്ള അങ്ങോട്ട് കാണൂല. ഈ സംഭവം ഇത് വലിയ ഈ ചരിത്ര സംഭവത്തെ സംബന്ധിച്ച് മക്കൾ പറഞ്ഞ ബെയ്ത്ത് ഉസ്താദിന് വലിയ വിഷയമായിരുന്നു. പണ്ടൊരു പോലീസ് പ്രശ്നത്തിൽപ്പെട്ട ഒരു സഹോദരൻ അതിന്റെ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നപ്പോ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ ഉസ്താദിന്റെ അടുത്ത് പോവുക. ഇവിടെ വന്നപ്പോ പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട് കൊണ്ടുവരായിരുന്നു. ആ പേപ്പറിൽ അങ്ങോട്ട് എഴുതി ചൊല്ലിക്ക. وهو خير الأنام بدرت. റബീഉൽ അവ്വൽ ഒന്നാണല്ലോ, സ്വലാത്തി അല്ലാലോ നമുക്ക്. ഇത് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഭരണാധികാരി ഒമ്പർത്ത പാപ്പ കുത്തുബ് സമാനാണ്. അവിടെ പോയിരുന്നിട്ട് ഈ വൈത്ത് 1000 പ്രാവശ്യം ചെല്ലേ, നിനക്കൊരു പ്രശ്നം ഉണ്ടാകൂല. ഈ വ്യക്തി അവിടെ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു അതോടുകൂടി പാപ്പാന്റെ മുന്നിലിരുന്ന് 1000 പ്രാവശ്യം ബെയ്ത്ത് ചൊല്ലി. ഇന്ന് വരെ ആ പ്രശ്നത്തിൽ ഒരു പ്രതിസന്ധിയോ എന്തെങ്കിലും ഒരു വിചാരണയോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ആ സഹോദരന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കറാമത്തല്ലാതെ ഇതിന് വേറെന്താ പറയാ? ഇങ്ങനത്തെ ബെയ്ത്തൊക്കെ പറയുമ്പോ ചിലർക്ക് ഒരു അസുഖമുണ്ട്, പ്രസംഗിച്ചിട്ട് ഇറങ്ങാട്ടുണ്ടാവില്ല. അതൊന്ന് എഴുതി തരുമോ, അതൊന്ന് എഴുതി തരുമോ, അതൊന്ന് എഴുതി തരുന്നു പഠിച്ചോളി. അത് മറ്റൊരു വിഷയം. ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി മദീനയിലെത്തി അവിടെ തങ്ങളെ ഒട്ടകത്തിനെ പിടിച്ച് പലരും പല വീട്ടുക്കും പിടിച്ചു വലിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അതിനെ ഇടങ്ങേറാക്കണ്ട, അതിനെ അറിയാം എവിടെ ഇറങ്ങേണ്ടത്. കാരണം തുബൈ രാജാവിന്റെ ഭരണകാലത്ത് തങ്ങൾക്ക് വേണ്ടി അവിടെ അവസാനം വരാനിരിക്കുന്ന റസൂൽ ഇവിടെ വരുമെന്നും ആ തങ്ങൾക്ക് വേണ്ടി തുബൈ രാജാവ് വലിയ ഒരു വീട് പണിത് വഖഫ് ചെയ്ത് ഒരു കുടുംബത്തിനെ ആ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ നോട്ടം ഏൽപ്പിച്ച ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു മദീനയിൽ. ഒട്ടകം ചെന്ന് മുട്ടുകുത്തി കിടന്നത് ആ വീടിന്റെ മുറ്റത്താണ്. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ വീട്ടിന്റെ അന്നത്തെ നാളിർ. അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തിനറിയാ എവിടെ ഇറങ്ങേണ്ടത്. ഒട്ടകത്തിനറിയും, മാടപ്രാവിനറിയും, ചെലന്തിക്കറിയും. നൂഹ് നബിന്റെ കപ്പലിൽ കയറിയ പാമ്പ് ആ മാളത്തിൽ ഒളിച്ചിരുന്നു.
തീർന്നു. റസൂലുള്ളാഹിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അറിയും. ഇവിടെ സർവചരാചരങ്ങൾക്കും അറിയാം റഹ്മത്തുൽ ലിൽ ആലമീൻ ആരാണെന്ന്. ഹബീബായി തുടങ്ങിയൊരു സംഘടനാ പ്രവർത്തനം, തുടങ്ങി വെച്ച സംഘടനാ പ്രവർത്തനം എന്റെ മുത്തഅല്ലിമീങ്ങൾ അറിയണം. ആദ്യമായി തുടങ്ങി വെച്ച സംഘടന അഹ്ലുസ് സുഫ. ഈ സംഘടനക്കാണ് തങ്ങൾ ആദ്യമായി അടിവരയിട്ടത്. അഹ്ലുസ് സുഫ. ആ സംഘടന നമ്മൾ കേട്ടിട്ടുണ്ടോ? അഹ്ലുസ് സുഫ. സുഫത്തിന്റെ അഹ്ലുകാരെന്റെ പ്രത്യേകമായ പേരിനാൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു വലിയ സംഘടനയ്ക്ക് തങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഇസ്ലാമിക ദഅവത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിൽ ആദ്യമായി റസൂലുള്ളാഹി സമൂഹത്തിന് വേണ്ടി മാതൃകയാക്കി വെച്ച ഒരേ ഒരു പ്രസ്ഥാനം, ഇൽമിന്റെ പ്രസ്ഥാനം അഹ്ലുസ് സുഫ, സുഫത്തിന്റെ അഹ്ലുകാർ. ഈ മുത്തഅല്ലിമീങ്ങൾ നല്ല അറിയണം നമ്മളെ സ്ഥാനം എന്താണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, നമ്മൾ ത്വരീഖത്തും തേടി നടക്കരുത്. നമുക്കെന്ത് ഈ ഉസ്താദുമാരെ വിട്ടിട്ടും ദർസ് വിട്ടിട്ടും അത് വിട്ടിട്ടും ത്വരീഖത്ത് തേടി നടക്കുന്ന ആളുകൾക്ക് എന്താണ് ത്വരീഖത്ത് എന്നും അറിയില്ല, ശരീഅത്ത് എന്നും അറിയില്ല. ത്വരീഖത്തിൽ ആദ്യത്തെ പ്രവർത്തനം അഹ്ലുസ് സുഫയാണ്. ഈ സൂഫി സൂഫി എന്ന് പറഞ്ഞ പദം സുഫത്ത് എന്ന് പറഞ്ഞ പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണെന്ന് വരെ മഹത്തുക്കൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതറിയോ? സൂഫി സൂഫി എന്ന് പറഞ്ഞ പദം വെറും തസവുഫിൽ നിന്ന് മാത്രമല്ല, സുഫത്ത് എന്ന് പറഞ്ഞ പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടവരാണ്. സുഫി എന്നാണ് അതിന്റെ അസല്. അങ്ങനെ കിതാബിൽ ഉദ്ധരണികൾ മഹത്തുക്കൾ പറഞ്ഞ അഭിപ്രായങ്ങൾ കാണാം. അതാണ് സൂഫി. ആ അഹ്ലുസ് സുഫക്ക് അവിടെ തുടക്കം കുറിച്ചു. മദീനയിൽ പള്ളി ഉണ്ടാക്കി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ഇറങ്ങി വന്ന് അള്ളാഹുവിന്റെ കലിമാത്തുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കന്നെ, അവതരിപ്പിച്ചു കൊടുക്കന്നെ. അള്ളാഹുവിന്റെ കലിമാത്തുകൾ വിശദീകരിച്ചു തീർത്താൽ തീരാത്ത ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദ അൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ. ഈ കാണുന്ന സമുദ്രം മഷിയായാലും അതുപോലെയുള്ള സമുദ്രത്തിനെ മഷിയാക്കി കൊണ്ടുവന്നാലും റബ്ബിന്റെ വചനങ്ങൾ എഴുതി തീർക്കാൻ സാധ്യമല്ല എന്ന് അള്ളാന്റെ കലാമിനെ സംബന്ധിച്ച്, കലിമാത്തിനെ സംബന്ധിച്ച് ബഹുമാനം പറഞ്ഞ കലിമാത്തുകൾ അള്ളാഹുവിന്റെ കലാം. അതിന്റെ വിശദാംശങ്ങൾ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് വഹ്യ് കിട്ടുന്ന വഴിയിൽ കൂടി, പല മാർഗങ്ങളുണ്ട് വഹ്യ്, ആ കിട്ടുന്നതായ മാർഗങ്ങളിൽ കൂടി വഹ്യ് ലഭിച്ചപ്പോ അത് പഠിക്കാൻ വേണ്ടി തങ്ങളൊപ്പം വന്ന നാട് വിട്ട് വിദേശികളായ മുത്തഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. വിദേശികളായ മുത്തഅല്ലിമീങ്ങൾ ഇതൊരു അടിസ്ഥാനമില്ലാത്ത പണിയൊന്നുമല്ല. പല ആളുകൾക്കും ഇന്ന് കുട്ടികളെ ഓടാൻ പറഞ്ഞയക്കാൻ മടിയാണ്. എന്താ മടി? ഞാൻ പറഞ്ഞുതരാം. അതിന്റെ വസ്തുത നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഓതുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് തന്നെ അന്യവന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകാൻ ചില പ്രയാസങ്ങൾ, എന്നിട്ട് ഓതൂല അവര്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, ആദ്യമായി റസൂലുള്ളാഹിന്റെ കൂടെ ദർസ് പഠിക്കാൻ വേണ്ടി വന്ന മുത്തഅല്ലിമീങ്ങൾ മുഹാജിറുകൾ. അവരെ പേരാണ് മുഹാജിറുകൾ. തങ്ങളെ കൂടെ മക്കയിൽ നിന്ന് വന്ന ആ മുത്തഅല്ലിമീങ്ങൾ അവർക്ക് ആദ്യം നൽകിയ സന്ദേശം തഅല്ലുമാണ്. മദീന പള്ളിയിൽ തുടങ്ങി വെച്ച ദർസ്. വിദേശികളായ മുത്തഅല്ലിമീങ്ങൾ മുഹാജിറുകൾ. ആ മുഹാജിറുകൾ അവിടെ അങ്ങനെ ദർസ് തുടങ്ങി തങ്ങളെ ചുറ്റുഭാഗത്ത് ഇരിക്കല്ലേ. അപ്പൊ നാട്ടുകാരായ വിദ്യാർത്ഥികൾ വേറെ വരും. നാട്ടുകാരും മദീനക്കാരായ നാട്ടുകാരായ മദീന നിവാസികളും ആ ദർസിൽ പങ്കെടുക്കാൻ തുടങ്ങി. അവരെ പേരാണ് അൻസാറുകൾ. രണ്ട് വിഭാഗം മുത്തഅല്ലിമീങ്ങളും. അങ്ങനെ നാട്ടുകാരായ വിദ്യാർത്ഥികൾ വെറും നാട്ടുകാരെ മാതിരി അല്ല പിന്നെ ആയത്. പിന്നെ അവരാരായി? മുഹാജിറുകളായ മുത്തഅല്ലിമീങ്ങളെ പോലെ തന്നെ വീട്ടിൽ ചെന്നാൽ അവരമ്മമാര്, അവരെ ഭാര്യമാര്, വീട്ടിലുള്ള സ്ത്രീകൾ പറയും എന്ത്? ആ മഹബത്ത് വീട്ടിലുള്ള മഹദിമാര് പറയും, അങ്ങോട്ട് പോയിക്കോളി, റസൂലുള്ളാഹിന്റെ ഹദ്റത്തേക്ക് പോയിക്കോളി, പെരയത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, വീട്ടിലെ കാര്യം ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം, നിങ്ങൾ അങ്ങോട്ട് പോകണം. ആ സഹാബത്തിനെ, ആ അൻസാറികളെ വീട്ടിലിരിക്കാൻ അനുവദിച്ചില്ല. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പറഞ്ഞയച്ചു. നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദിന്റെ സാന്നിധ്യം.
ഉസ്താദിന്റെ ഹദറത്തിൽ ഇരുന്നു കൊണ്ടുള്ള ആ കേൾവി, ആ ദർസ്, അത് മുടങ്ങാൻ പാടില്ല. അതങ്ങനെ ലീവ് വരുത്താനുള്ളതല്ല. അത് മറ്റ് ശരീക്കുമാരിൽ നിന്ന് വായിച്ചോതിയാൽ കിട്ടിയത് കൊണ്ട് മാത്രമായില്ല. ഉസ്താദ് തന്റെ തുടക്കത്തിൽ തന്നെ ഒടുക്കം വരെ എല്ലാ സബക്കുകളിലും കൃത്യമായി പങ്കെടുക്കുക, അതിന് വലിയ സ്ഥാനമുണ്ടെന്ന് ഇവിടെ ഒരുപാട് ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മുഹാജിറുകൾ അവിടെ പങ്കെടുത്തപ്പോ അൻസാറുകളായ സഹാബത്തിനെ വീട്ടിലിരിക്കാൻ മഹദിമാർ അനുവദിച്ചില്ല. തങ്ങളെ ദർസിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടോ അൻസാറുകൾ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകുമ്പോ ആദ്യമായി അന്യന്റെ ചെലവ് തിന്നാൻ പോയ മുത്താലിമാരാ. അന്യ വീട്ടിലേക്ക് അന്യന്റെ ഭക്ഷണത്തിന് പോയ മുത്താലിമാരാ ഈ പ്രസ്ഥാനത്തിലെ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ തറവാടികളായ ഖുറൈശി തറവാടിയിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അന്യവന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയത്. പിന്നെ എന്തിനാ ഈ ഭക്ഷണത്തിന് നമ്മൾ കുതിര കയറുന്നത്? ആരാന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പറഞ്ഞയച്ചു പോയിട്ട് എന്റെ കുട്ടി ഇൽമ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കുട്ടിക്ക് പോയി എന്നല്ലാതെ വേറെന്താ അവിടെ ഉള്ളത്? ഏറ്റവും അന്തസ്സുള്ള വിഭാഗമാണ് ആര്? ബഹുമാനപ്പെട്ട മുഹാജിറുകൾ, ഖുറൈശികൾ. ഇതിൽ ഒന്നാമതായി ഭക്ഷണത്തിന് പോയ മുത്തല്ലിമാരാ മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഇന്ന് ഈ ഒരു തീട്ടാഭിമാനം, ഇതിന് തീട്ടാഭിമാനം എന്താ പറയാ, മനുഷ്യനെ ഇൽമിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. പഠിക്കണ കുട്ടിയാൾക്ക് ഒരു SLC ഡിഗ്രി ഒക്കെ ആയപ്പോ ഓതാൻ പോകാൻ ഒരു വിഷമം, അല്ലെങ്കിൽ പെരയില് 4 നേരം തിന്നാണ്ടായപ്പോ അന്യവന്റെ ദർസിൽ പോയി പഠിച്ച് മുത്താലിമാകാൻ ഒരു പ്രയാസം, അല്ലെങ്കിൽ കുട്ടി തയ്യാറായാൽ തന്നെ ബാപ്പാക്കും കുടുംബത്തിനും പറഞ്ഞേക്കാൻ ഒരു മടി, അല്ലെങ്കിൽ ബാപ്പയും അമ്മയും തയ്യാറായാൽ തന്നെ കുടുംബത്തിലുള്ള ബന്ധുക്ക് എന്താ പോതുക, അവന്റെ മൂതടക്കി കൊടുക്കണം ഒരു കുത്താൻ വേണ്ടി പറയല്ല ഞാന്. ഈ രൂപത്തിൽ ഈ അഹ്ലുസുഫയെ വിമർശിക്കുന്ന ഒരു വിഭാഗം, നമ്മൾ ശൈഖുന കുണ്ടൂർ ഉസ്താദിന്റെ പ്രസ്ഥാനം പഠിക്കണം. ഉസ്താദ് ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്കും മുദർരിസീങ്ങൾക്കും ഭക്ഷണം കൊടുത്തതും അവരെ ഏറ്റെടുത്തതും അവരെ സ്നേഹിച്ചതും അവരെ സഹായിച്ചതും അത് പറഞ്ഞാൽ തീരൂല. ഉസ്താദിന്റെ സമ്മേളനത്തിൽ വിഷയം വെച്ചത് തന്നെ എന്തിനാ? എന്നിട്ട് ഇങ്ങനെ ഒരു ദുരഭിമാനം, ഇതിന്റെ പേരാണ് ദുരഭിമാനം. ഈ അഭിമാനത്തിന്റെ പേരിൽ പല വാപ്പാരും മക്കളെ ഓതാൻ പറഞ്ഞയച്ചില്ല, പല കുട്ടികളും ഓതാൻ തയ്യാറായില്ല. അവർക്ക് പോയി വേറെന്താ, ലോകത്ത് സമൂഹത്തിൽ നിന്ന് ഇൽമുയർന്നു പോകാനുള്ള പ്രധാന കാരണമായി മാറിയതെന്ന്. പക്ഷേ മഹാനായ എ പി ഉസ്താദിന്റെയും ഉള്ളാൾ തപ്പാപ്പയുടെയും കഠിനമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി ഇടപെട്ടപ്പോ ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി ദഅവാ കോളേജുകളും ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങൾ മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകലോടുകൂടി നാടിന്റെ നാനാ ദിക്കുകളിൽ ആ പടയോട്ടം ഇന്ന് വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലും ചിലർക്ക് പറഞ്ഞയക്കാൻ മടിയാണ്. അതിലും പറഞ്ഞയക്കൂലപ്പോ മക്കളെ. എന്നാ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നിങ്ങളെ കുട്ടികളെ ഓത്തു മുടക്കണ്ട. ഉസ്താദിന്റെ പടയോട്ടം, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, അങ്ങനെ എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ. ഞാൻ പറയുന്നത് ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരിക്കലും ഞാനൊരു കൊച്ചാണെന്ന് മനസ്സിലാക്കണ്ട. നമ്മൾ ഉന്നതരാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ഉന്നതമായ വിഭാഗം ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണ്. ആലിമീങ്ങളെക്കാൾ പവറാണ് ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമ്. ഒരു ഉഖ്റവിയായ മുത്തഅല്ലിമ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം മരണപ്പെട്ടാൽ അവൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വലാത്തല്ലേ, മുത്തു റസൂലുള്ളാഹി. നമ്മളെ ബഹുമാനിച്ച് റസൂലുള്ള പറഞ്ഞ തങ്ങളെ മേല് സ്വലാത്ത് എല്ലാം വെജേ. ഒരു ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വഫാത്തായാൽ, മരണപ്പെട്ടാൽ പൂർണ്ണമായും അവൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ മുത്തഅല്ലിമിന് ഇത്ര വലിയ സ്ഥാനം നൽകിയത്? പിന്നെ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. എല്ലാ വിഷയത്തിലും മലക്കുകൾ ഉണ്ടാകും. ഇൽമു പഠിപ്പിക്കുന്ന ആളുകൾക്ക് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും പൊറുക്കലിനെ തേടും. അല്ലേ? സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ, മത്സ്യങ്ങൾ വരെ ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമിന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ഉത്തമ വിഭാഗമാക്കി തെരഞ്ഞെടുത്തുകൊണ്ട് ഇത് ഈ സമുദായത്തിൽ ആദ്യമായി കാണിച്ചത് മുഹാജിറുകളും അൻസാറുകളുമാണ്.
എന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു എന്താ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുൻഗാമികളായ ആളുകൾ അതാരാൽ? മുഹാജിറുകളും അൻസാറുകളും. എന്താ അവർ ചെയ്തത്? മുഹാജിറുകളും അൻസാറുകളും ആദ്യമായി ചെയ്തത് എന്താ? റസൂലുള്ളാഹിക്ക് കിട്ടിയ വഹ്യ് പഠിക്കുകയാണ്. ഇന്ന് കാണാം, മദീന പള്ളിയിൽ പോയാൽ കാണാം ഉസ്തുവാനത്ത് വഫൂദ്. എന്താ ഈ ഉസ്തുവാനത്ത് വഫൂദ് എന്ന് പറഞ്ഞാൽ? രാജ്യത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും തങ്ങളുടെ റിസാലത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ ഒരുപാട് സംഘങ്ങൾ അവരുടെ സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനും വേണ്ടി വന്നു. മദീന പള്ളിയിൽ നിന്ന് വന്നതെന്ന് തങ്ങളോട് സംശയം തീർച്ച സ്ഥലത്തുള്ള തൂണിനാണ് ഉസ്തുവാനത്ത് വഫൂദ് എന്ന് പറയാ. നമുക്ക് പോയി സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. മദീനയിൽ ഉസ്തുവാനത്ത് വഫൂദ് പല സംഘങ്ങൾ വന്ന് സംശയം ചോദിച്ചു. സഹാബത്ത് ഇങ്ങനെ ഒരു പുതിയ പദവികൾ ആരെങ്കിലും വന്നാൽ, ഈ മലഞ്ചെരുവിലും അവിടെയും ഇവിടെയൊക്കെ ഉള്ള ഒറ്റപ്പെട്ട ആളുകൾ വന്നാൽ സഹാബത്തിന് വലിയ തൃപ്തിയാണ്. എന്തുകൊണ്ട്? ഒരു മടിയില്ലാതെ ചോദിക്കും. സഹാബത്തിന് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും തങ്ങളെ ഖദറും ജലാലും ജമാലും ഇക്റാമ് കൊണ്ട് ചോദിക്കാൻ മനസ്സ് വരൂല. ആ ബഹുമാനം കൊണ്ട് ചോദിക്കാൻ കഴിയൂല. അപ്പൊ അവരിങ്ങനെ ആഗ്രഹിക്കാൻ ആരെങ്കിലും ഒരു പടു വന്നെങ്കിൽ നമ്മൾക്കും കേട്ട് പഠിക്കായിരുന്നു. ഏതെങ്കിലും ഒരു പൊടുമനുഷ്യൻ വന്നെങ്കിൽ നമുക്കൊന്ന് കേട്ട് പഠിക്കാമായിരുന്നു. അവരിങ്ങനെ താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് ആ വിഷയം ഇങ്ങനെ അവർ പിന്നീട് അവതരിപ്പിക്കുകയാണ്. ഓരോ സഹാബത്തും ആ സംഭവങ്ങൾ ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്. പിന്നെ ബുഖാരിയും മുസ്ലിമും ഒക്കെ എടുത്തു നോക്കി സഹാബത്തിന്റെ അവതരണം നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉസ്തുവാനത്ത് വഫൂദ് കാര്യമായ മുന്നേറ്റം നടക്കുക. അൻസാറുകൾ ഭക്ഷണം കൊടുക്കുക. അൻസാറുകളോട് പറയാതെ എന്റെ വിരുന്നേരെ കൊണ്ടുപോയിക്കോളി. ഈ ഉമ്മത്തിലെ രണ്ടാമത്തെ മുത്തഅല്ലിമേരാ കിസ്റ കൈസർ ഞെട്ടിവിറക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. രണ്ടാമത്തെ മുത്തഅല്ലിമ, നമ്മളെ നേതാവ് അവരാ. ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ മുഖദ്ദിമത്തുൽ ജയ്ഷ് മുന്നിലെ മുന്നണിപ്പടയാളികൾ അവരാണ്. അവരെ കണ്ടിട്ട് അവരെ മാതൃക പിന്തുടരണം. അല്ലാതെ അവിടെ ത്വരീഖത്ത് ഇവിടെ ശരീഅത്ത് എന്ന് പറഞ്ഞ് അതിന്റെ സാങ്കേതികത്വം അറിയാതെ നടക്കലല്ല. വാങ്ങ് കൊടുക്കൂലേ, അപ്പോൾ നിർത്താ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വാങ്ങ് കൊടുക്കാൻ 2 മിനിറ്റ് ഉള്ളൂ എന്ന് അറിയേണ്ടത്. റഹ്മാനായ റബ്ബ് കുട്ടികളെ ചെറുതാക്കി കാണരുത്. ബാപ്പാർ കുട്ടികളെല്ലാം ദർസ് ചേർത്തോ. അബൂബക്കർ സിദ്ദീഖ് എന്നൊരു വഴി കഴിച്ച ഭക്ഷണം കഴിക്കട്ടെ. അവര് ഉമർ ഖത്താബ് തങ്ങൾ തിന്ന ഭക്ഷണം കഴിക്കട്ടെ. അന്യവന്റെ പെരിയിൽ പോയിട്ട് മുത്തഅല്ലിമീങ്ങൾ ഭക്ഷണം തിന്നട്ടെ. അൻസാറുകളെ പെരിയിൽ പോയിട്ട് തിന്ന മാതിരി. അതുപോലെ നമ്മളെ നാട്ടിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ആ ശൈലിയായി ആ മുഹാജിറുകളും അൻസാറുകളും നിലനിർത്തി വന്ന അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. ആ മുഹാജിറുകളും അൻസാറുകളും നിർത്തിയില്ല. വല്ലദീന തബഉഹും ബിഇഹ്സാൻ. അവിടെയാണ് നമ്മളെ വിഷയം. വല്ലദീന തബഉഹും, ആ മുഹാജിറുകളെയും അൻസാറുകളെയും മാതൃക പിന്തുടർന്ന് ജീവിച്ച മഹത്തുക്കൾ, ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ആളുകൾ. 3 പാർട്ടിനെ ഉൾപ്പെടുത്തി മുഹാജിറും അൻസാറുകളും. അതുപോലെ തന്നെ അവരെ ഖിയാമത്ത് നാൾ വരെ പിന്തുടർന്ന ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു, അവരെ അള്ളാഹിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആദ്യം അള്ളാഹിനെ തൃപ്തിപ്പെടുക. അള്ളാഹിനെ അള്ളാഹിന്റെ റസൂലിനെ സ്വഹാബത്തിനെ തൃപ്തിപ്പെടുക. അപ്പൊ അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെടും. അതിന് ആദ്യം നമ്മളാണ് തുടങ്ങുക. അവിടുന്ന് തുടങ്ങുക. അള്ളാഹിന്റെ തൃപ്തി ഉദ്ദേശിച്ചിട്ടാണ് പ്രവർത്തിക്കുക. റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഇതാണ് നമ്മളെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ മുത്തഅല്ലിമീങ്ങളിൽ നിന്ന് മുന്നോട്ട് നീങ്ങിയാൽ ഇവിടെ വഖി ഉസ്താദിനെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങളായി തീരാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ വിഷയം ബഹറ് പോലെ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ്. സമ്പൂർണമായി പറയാൻ സമയമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംഘാടകർക്ക് ഓരോ തർത്തീബുകൾ ഉണ്ടാകും. ഞാനും സംഘാടകരിൽപ്പെട്ട ആൾ തന്നെയാണ്, അല്ലാത്തത് കൊണ്ടല്ല. ഇപ്പോ ഞാൻ മുത്തഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഉസ്താദാണ്. ആ നിലക്കാണ് ഇപ്പോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അലർജിയൊക്കെ വിടുക. ഇത് ദർസിൽ പോയിട്ട് ശരിക്ക് പഠിക്കുക. മുഹാജിറുകളെ അൻസാരികളുടെ മാതൃക വല്ലദീന തബഉഹും ബിഇഹ്സാൻ. അപ്പൊ ബദരീങ്ങളെ ആ പവറും നമുക്കുണ്ടാവും. മുഹ്ദിങ്ങളെ പദവി ഉണ്ടാവും. എല്ലാ പദവിയും എല്ലാ പ്രത്യേകതയും അല്ലാഹ് നമുക്ക് തരും. അതൊക്കെ വിശാലമായി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നല്ലൊരു ഹിമ്മത്ത് അതാദ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അതാണ് തസവുഫിൽ ആദ്യം വേണ്ടത്, ഹിമ്മത്ത്. നല്ലൊരു മനക്കരുത്ത്. ആര് പരിഹസിക്കും, നടാടെ
ദർസിൽ ചേർത്തൊരു കുട്ടി പിന്നെ നാട്ടിൽ ചെല്ലുമ്പോ കളിയാക്കാൻ അവന്റെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും ഒക്കെ കുറെ ഉണ്ടാവും. അവിടെ ഒന്ന് പതറരുത്, ഉറച്ചിക്കണം. ഉറച്ച് നിന്നിട്ട് ഇത് എനിക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോ നല്ല ആലിമായി മാറും. അല്ല നോക്കണം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റിള റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന റിള അതെന്താന്ന് മനസ്സിലാക്കി ആ നിയ്യത്തോടു കൂടി ഇൽമു പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.